വയറ്റിന്നൊക്കെ പോയോ? വയറ്റിന്നൊക്കെ പോകും. പനിയുണ്ടോ? പനി എപ്പോഴാണ് തുടങ്ങിയത്? പനി 2 ദിവസമായി. പനിക്കും ജലദോഷത്തിനും ഉള്ളതാണ്. ഡോക്ടർ പി നാരായണൻ നായർക്ക് 88 വയസ്സായെങ്കിലും മാനന്തവാടിക്കാർക്ക് അദ്ദേഹം ഇപ്പോഴും ഡോക്ടർ നാരായണൻ കുട്ടിയാണ്. കുട്ടികളുടെ മാത്രമല്ല മുതിർന്നവരുടെയും പ്രിയപ്പെട്ട ഡോക്ടർ. ഭയങ്കര ജലദോഷം, തുമ്മിക്ക് ഇങ്ങനെ വായടയുന്നു. മാനന്തവാടിക്കടുത്ത് എടവക സ്വദേശിയായ ഡോക്ടർ നാരായണൻ നായർ വയനാട്ടിൽ നിന്നുള്ള ആദ്യത്തെ മെഡിക്കൽ ബിരുദധാരിയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ആദ്യ ബാച്ച് വിദ്യാർത്ഥിയായിരുന്നു അദ്ദേഹം. ഒരു ജീവിത സാഫല്യം പോലെയായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ സ്ഥാപനം. അപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അന്ന് 50 കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ ആദ്യത്തെ ബാച്ചിൽ. ഇന്നത്തെ ബീച്ച് ഹോസ്പിറ്റലിൽ 2 വാർഡുകൾ മെഡിക്കൽ കോളേജാക്കി തിരിച്ചിട്ട് അവിടെയായിരുന്നു ക്ലാസ്സുകളൊക്കെ. പഠനശേഷം പാലക്കാട് ചിറ്റൂരിലായിരുന്നു ആദ്യത്തെ പോസ്റ്റിംഗ്. 1964 സ്വന്തം നാട്ടിലെ ഡോക്ടറായി. ഇടയ്ക്ക് 5 വർഷത്തെ നിർബന്ധിത സൈനിക സേവനം. 1969 മുതൽ വിരമിക്കുന്നതുവരെ മാനന്തവാടിയിൽ തന്നെ ജോലി ചെയ്തു. 60 വർഷം മുമ്പ് തുടങ്ങിയ സ്വകാര്യ പ്രാക്ടീസ് ഡോക്ടർ നാരായണൻ നായർ 88-ാം വയസ്സിലും തുടരുന്നു. കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് ആണെങ്കിലും മുതിർന്നവരും ചികിത്സ തേടിയെത്തും. ഇല്ല, പനിയൊന്നുമില്ല. വേറൊന്നുമില്ല. വയറുവേദന മാത്രം. വയറ് കുറച്ച് കട്ടിയായ പോലെ ഉണ്ട്. ഇപ്പോൾ വയറ്റിൽ സാധാരണ പോലെ സാധാരണ ഉണ്ടാവോ? നെഞ്ചരിച്ചിലുണ്ടാവോ? അഞ്ചരിച്ചിട്ടില്ല. ഒരു കാര്യം ചെയ്തോളൂ. അച്ഛനുള്ള സമയം മുതൽ അച്ഛനെ ഇവിടെയായിരുന്നു ഡോക്ടർ കാണിക്കൽ. പിന്നെ ഇപ്പോൾ എൻ്റെ മക്കൾ 2 പേരുണ്ട്. ഒരാൾ 3-ാം ക്ലാസ്സിലും ഒരാൾ 7-ാം ക്ലാസ്സിലും. അപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇവിടെയാണ് കാണിക്കുക. എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് പിന്നെ നമ്മൾ വേഗം ഇവിടെയാണ് വരിക. പിന്നെ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആവശ്യമില്ലാതെ മരുന്ന് എഴുതൂല. കൃത്യമായ കുറച്ച് മരുന്നുകൾ മാത്രമേ എഴുതുള്ളൂ. ഇന്നലെ രാത്രി പെട്ടെന്ന് പനിയൊക്കെ കൂടി കരച്ചിലൊക്കെ ആയിരുന്നു. വയറ്റിന്ന് 2 നേരം പോയി. നല്ല പരിചയമുള്ള ഒരു ജനറൽ പ്രാക്ടീഷണർക്ക് മാനേജ് ചെയ്യാൻ കഴിയുന്നതാണ് മിക്കവാറും കേസുകൾ. കുടുംബ ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഈസ് നോട്ട് എ സ്പെഷ്യലിസ്റ്റ്, ഈസ് എ ജനറൽ പ്രാക്ടീഷണർ. അങ്ങേരുടെ അടുത്ത് വയറുവേദനയായാലും കണ്ണുവേദനയായാലും ഛർദി ആയാലും ഒക്കെ പോകും. അപ്പോൾ അത് അദ്ദേഹം അത് നോക്കിയിട്ട് സാധാരണഗതി മാനേജ് ചെയ്യുന്ന ആണെന്നാണെങ്കിൽ അദ്ദേഹം അത് പറയും, അല്ലെങ്കിൽ ഈ വിൽ ഡയറക്റ്റ് ഇറ്റ് ടു ദി കൺസേൺ സ്പെഷ്യാലിറ്റി. ഡോക്ടർ നാരായണൻ നായരെ കാണാനെത്തുന്നവരിൽ പകുതിയിലധികവും ആദിവാസി മേഖലയിൽ നിന്നുള്ളവരാണ്. അതിന് കാരണവുമുണ്ട്. ഞാൻ ഒക്കെ വളർന്നത് ആദ്യം ആദിവാസികളുടെ ഇടയിൽ തന്നെയാണ്. കാരണം അവരുടെ പോക്കറ്റിന് താങ്ങാവുന്ന വിധത്തിലേ മരുന്നുകൾ കൊടുക്കാവൂ എന്നുള്ളൊരു തോന്നൽ, അവർക്ക് കഴിയുന്നത് ചെയ്തു കൊടുക്കുക എന്നുള്ളത് ഒരു എന്താ പറയുക, ഒരു ജീവിത വ്രതം പോലെ ഞാൻ സ്വീകരിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് സത്യമാണ്. പതിറ്റാണ്ടുകളായി തുടരുന്ന സേവനം കഴിയുന്നത്രയും മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് മാത്രമാണ് ഡോക്ടറുടെ ആഗ്രഹം. ഈ വേറൊരു ജോലിയൊന്നും അറിയില്ലല്ലോ. ഏതായാലും ഈ അറിയുന്ന സംഗതികൾ കഴിയുന്നിടത്തോളം കഴിയുന്ന കാലത്തോളം അവർക്ക് ചെയ്തു കൊടുക്കുക, അതൊരു നല്ല കാര്യമാണെന്നുള്ള തോന്നൽ കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ പ്രാക്ടീസ് ഒന്നും നിർത്താതെ മറ്റു ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും കണ്ടിന്യൂ ചെയ്യുന്നത്. കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.